ഹലോ കൂട്ടുകാരെ, അപ്പോൾ നമ്മൾ കൊടൈക്കനാലിലേക്ക് ഒരു ടൂർ പോവുകയാണ്. അപ്പോൾ ഓണത്തിന് വന്നതാണ് നമ്മുടെ വീട്ടിലേക്ക്. ഇത് ശരിക്കും ശനിയാഴ്ച നടന്ന കാര്യമാണ് കേട്ടോ. 2 ദിവസമായി നമുക്ക് സമയമൊന്നും കിട്ടാത്തതുകൊണ്ടാണ് വീഡിയോ സെറ്റാക്കാൻ. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി അമ്മായിയുടെ വീട്ടിൽ നിന്നാണ് ടൂർ പോണത്. നമ്മുടെ കസിനാണ് നമ്മളെ ടൂർ കൊണ്ടുപോകണത്. അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോകും. അപ്പോൾ എല്ലാവരും ഓണം അടിച്ചു പൊളിച്ചോ? ഞങ്ങളിതാ അടിച്ചു പൊളിക്കാൻ പോവുകയാണ്. അപ്പോൾ ഏട്ടൻ്റെ കാറിലാണ് ഞങ്ങൾ പോണത് അമ്മായിയുടെ വീട്ടിലേക്ക്. അപ്പോൾ എല്ലാവരെയും കൂടി അതിൽ കൊള്ളില്ല. അപ്പോൾ അതുകൊണ്ട് അച്ഛൻ ദാ സ്കൂട്ടി എടുത്തിട്ടുണ്ട്. കുട്ടികൾ 2 ഇങ്ങനെ അച്ഛൻ്റെ ഒപ്പം പോവുകയാണ്. അപ്പോൾ ഇതാ ഞങ്ങൾ അമ്മായിയുടെ വീട്ടിൽ നിന്ന് യാത്ര പുറപ്പെടുകയാണ്. അപ്പോൾ വൈകുന്നേരം ഒരു 6 മണിയാകുമ്പോഴേക്കും നമ്മളവിടെ എത്തി. അപ്പോൾ ചെറിയൊരു മഴയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ നല്ല തണുപ്പായിരുന്നു. തണുപ്പിനെ പറ്റി നമുക്ക് കേട്ടറിവേ ഉള്ളൂ. ആദ്യമായിട്ടാണ് പോണത്. പിന്നെ തണുപ്പിനുള്ള ഡ്രസ്സൊക്കെ കയ്യിൽ കരുതിയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. കുട്ടികൾ നല്ല തണുപ്പാ പറഞ്ഞിട്ട് വേഗം റൂമിലേക്ക് ഓടി പുതപ്പിനടിയിൽ കിടക്കുക. ഉണ്ണിക്കുട്ടാ എങ്ങനെ ഉണ്ണിക്കുട്ടനെ കാണാനല്ല? ഉണ്ണിക്കുട്ടാ തണുക്കുണ്ടോ? എല്ലാം ചൂടാണ്. എന്തെങ്കിലും തണുക്കട്ടെ. ഏത് ആൾക്കാർക്കും ചൂട് കറിയണ ആളാട്ടോ. ഇവിടെ വന്നപ്പോ എന്തായാലും സമ്മതിച്ചു. തണുപ്പ് എന്താണെന്ന് സമ്മതിച്ചു. അപ്പോൾ നമ്മൾ സ്റ്റേ ചെയ്തത് ശ്രീ സായി ഹോമിലാണ്. 8 റൂമൊക്കെ ഉണ്ട്. നല്ല സൗകര്യങ്ങളുള്ള ഹോമാണ്. പിന്നെ അതാ ഞങ്ങൾ നീലുവിൻ്റെ ഡാൻസ് ആസ്വദിക്കണമുണ്ട്. ഒപ്പം ഞങ്ങൾ നല്ല ചൂടുള്ള പൊറോട്ടയും ചിക്കൻ കറിയൊക്കെ കഴിക്കണമുണ്ട്. ഭക്ഷണമൊക്കെ കഴിച്ച് കുറച്ച് കഴിയുമ്പോഴേക്ക് ഒരു അടിപൊളി ക്യാമ്പ് ഫയർ ആയിരുന്നു കേട്ടോ. ആദ്യമായിട്ട് കേട്ടോ ക്യാമ്പ് ഫയറൊക്കെ എന്താണെന്ന് മനസ്സിലാക്കുന്ന. അടിപൊളിയായിരുന്നു. കുട്ടികളും വലിയവരൊക്കെ അടിച്ച് പൊളിച്ചൊരു ക്യാമ്പ് ഫയർ. അപ്പോൾ ഇതാ 2ാമത്തെ ദിവസമായി. ഇപ്പോൾ രാവിലെ കുട്ടികളൊക്കെ അതായിരിക്കുന്നു. കുട്ടീസ് റെഡി ആയിട്ടിരിക്കുകയാണ് കേട്ടോ. ഞങ്ങളുടെ അത് കഴിഞ്ഞു. റെഡി ആവല് കഴിഞ്ഞു. വെക്കേറ്റ് ചെയ്ത് ഇറങ്ങാതിരിക്കുകയാണ്. ചായയും കൂടി കുടിച്ചിട്ട് ഇറങ്ങും ഞങ്ങൾ. അപ്പോൾ നമ്മുടെ റൂം ഇതാണ് കേട്ടോ. കഴിഞ്ഞില്ലേ? പാക്കിങ്ങൊക്കെ കഴിഞ്ഞില്ലേ? ചേച്ചി എല്ലാ ബാഗിലും വെച്ചില്ലേ? മറക്കണ്ട കേട്ടോ. ആ ഫോണിൻ്റെ ചാർജറൊക്കെ എടുക്കുക. അപ്പോൾ ഇനിയാണ് നമ്മൾ ചുറ്റി കറങ്ങാൻ വേണ്ടി പോകുന്നത്. അപ്പം നമ്മൾ പോണത് ഗുണ കേവ് കാണാനും പിന്നെ റോസ് ഗാർഡൻ പിന്നെ 2 വ്യൂ പോയിന്റ് കാണാനും കൂടിയാണ് പോണത്.
നല്ല നല്ല കാഴ്ചകളൊക്കെ കണ്ടു. ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് നമ്മളിതാ പാലക്കാട് എത്തി. നമ്മൾ വീട്ടിലെത്തിയപ്പോൾ ഒരു 8 മണിയായി കാണും. അങ്ങനെ നാളേക്ക് വേണ്ടി ഓർക്കാൻ നമുക്ക് നല്ല കാഴ്ചകളും ഓർമ്മകളും സമ്മാനിച്ച സന്തോഷകരമായ യാത്ര ഇവിടെ അവസാനിക്കുന്നു. അപ്പം നമ്മുടെ വീഡിയോ കാണുന്ന എല്ലാവരോടും നന്ദി.